സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ നിറവിലാണ് രാജ്യം. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 7:30 മണിക്ക് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. ശക്തമായ സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ഡൽഹി നഗരവും കാശ്മീരുമൊക്കെ. വികസിത ഭാരതം 2047 എന്ന പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ. 2047 ആകുമ്പോൾ ലോകശക്തിയായി ഇന്ത്യ മാറും എന്ന പ്രതീക്ഷ നമ്മൾ വെച്ചുപുലർത്തുന്ന ദിവസം കൂടിയാണെന്ന്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ തത്സമയം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. സ്വാതന്ത്ര്യദിന ആശംസകളോട് രാധാകൃഷ്ണൻ നേരുന്നു. രാധാകൃഷ്ണൻ പറയൂ, വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിലെത്തിയിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ പുഷ്പാഞ്ജലി അർപ്പിക്കുകയാണ് അദ്ദേഹം. ഒരുപാട് കാലത്തെ ഓർമ്മകൾ മനസ്സിൽ ചേക്കേറുമ്പോൾ അദ്ദേഹം പുഷ്പാഞ്ജലി അർപ്പിക്കുകയാണ്. ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഒരു മഹാത്മൻ്റെ കുടീരത്തിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. ഒരുപക്ഷെ ആപ്നെ കട്ട് ഫക്കീർ എന്ന് വെള്ളക്കാർ വിളിച്ചാക്ഷേപിച്ച ഒരു നേതാവ്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ മാത്രം സ്ഥാനം പിടിച്ച ആ നേതാവിൻ്റെ ജൈത്രയാത്രയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. ആ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. രാധാകൃഷ്ണൻ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ നടക്കുന്ന ചടങ്ങുകളുടെ ഏറ്റവും ആദ്യത്തെ ചടങ്ങാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് സ്മരണാഞ്ജലി അർപ്പിക്കുക എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് ലോക രാജ്യങ്ങൾക്ക് ഒന്നുമില്ലാത്ത ഒരു ചരിത്രം നമ്മുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് ഉണ്ട്. അത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അഹിംസയെ മുൻനിർത്തി നടത്തിയ ആ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൻ്റെ ശക്തി ഇന്നും ലോകത്ത് എല്ലായിടത്തും മഹാത്മാഗാന്ധി എന്ന ആ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ സ്മരണയായി നിലകൊള്ളുന്നു. അദ്ദേഹത്തെ ഓർക്കാതെ ഈ ദിവസം നമുക്ക് ആഘോഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ 78 വർഷമാകുന്ന ഈ സാഹചര്യത്തിൽ വളരെ വലിയ രീതിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും മുന്നോടിയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. രാജ്ഘട്ടിൽ നിന്നും പ്രധാനമന്ത്രി ഇനി ചെങ്കോട്ടയിലേക്ക് പോകും. രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യത്തിൻ്റെ സ്മരണാഞ്ജലിയാണ് പ്രധാനമന്ത്രി സമർപ്പിച്ചിരിക്കുന്നത്. ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കാനായി ഇവിടെ നിന്ന് അദ്ദേഹം ഇനി യാത്രയാവുക ചെങ്കോട്ടയിലേക്കാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ രാജ്ഘട്ടിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരം മാത്രമാണ് ഈ ചെങ്കോട്ടയിലേക്ക് ഉള്ളത്. ചെങ്കോട്ടയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയെ 3 സേനാ വിഭാഗങ്ങളും ചേർന്നായിരിക്കും സ്വീകരിക്കുക. ഇത്തവണത്തെ ഏകോപന ചുമതല നാവികസേനയ്ക്കാണ്. നാവികസേനയുടെ കമാൻഡർ അരുൺ മേത്തയുടെ നേതൃത്വത്തിലായിരിക്കും പ്രധാനമന്ത്രിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുക. കര, നാവിക, വ്യോമസേനയുടെ ഓരോ അംഗങ്ങൾ, ഓരോ മുതിർന്ന ഉദ്യോഗസ്ഥരും ഒപ്പം ഡൽഹി പോലീസിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും ചേരുന്ന 4 അംഗ സംഘവും ഒപ്പം 24 പേരും അടങ്ങുന്ന സംഘമായിരിക്കും ഗാർഡ് ഓഫ് ഓണർ പ്രധാനമന്ത്രിക്ക് നൽകുന്നത്. പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചതിന് ശേഷം ഈ സേനാംഗങ്ങളുടെ പരേഡ്, അവിടെയുള്ള പരേഡ് പരിശോധിക്കും. അതിനുശേഷം അദ്ദേഹം ചെങ്കോട്ടയുടെ മുകളിലേക്ക് പ്രസംഗ പീഠമുള്ള ഇടത്തേക്ക് അദ്ദേഹം പോകും. അവിടെയാണ് ദേശീയ പതാക ഉയർത്തുന്നത്. ദേശീയ പതാക ഉയർത്തി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾക്ക് ഔദ്യോഗികമായിട്ടുള്ള തുടക്കം കുറിച്ചതിന് ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. മുൻപതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ കാലാവസ്ഥ അല്പം പ്രതികൂലമാണ്. മഴ പെയ്യുന്നുണ്ട്, അല്പം മഴ ചാറുന്ന ഒരു സാഹചര്യം എല്ലായിടത്തും ഉണ്ട്. ഞാനീ നിൽക്കുന്നിടത്തും മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഈ മഴ ശക്തമാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ആകയാൽ പോലും മഴ ശക്തമായാലും വളരെ വലിയ രീതിയിൽ തന്നെ ആഘോഷ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള തീരുമാനമാണ് ഉള്ളത്. ഏതാണ്ട് 6000-ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികൾ, സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നും ഉള്ള അതിഥികൾ, വിദ്യാർത്ഥികൾ, വനിതകൾ, പിന്നാക്ക വിഭാഗങ്ങൾ, ആദിവാസി മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ അടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്ന ക്ഷണിതാക്കളാണ് ഇത്തവണ ഉള്ളത്. കേരളത്തിൽ നിന്നും ഏതാണ്ട് 50-ൽ താഴെ ക്ഷണിതാക്കൾ വ്യത്യസ്ത മേഖലകളിൽ നിന്നും ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇതിനകം തന്നെ എല്ലാ ആളുകളും ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ വളരെ ശക്തമായതുകൊണ്ട് തന്നെ ചെങ്കോട്ടയ്ക്ക് ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ അവരെല്ലാവരും ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. പ്രധാനമന്ത്രി ഇനി രാജ്ഘട്ടിൽ നിന്നും നേരെ ചെങ്കോട്ടയിലേക്ക് വരുന്ന ഒരു കാഴ്ചയായിരിക്കും അല്പസമയത്തിനകം നമുക്ക് കാണാനായി സാധിക്കുക. ഈ സ്വാതന്ത്ര്യദിനം ഇന്ത്യയിൽ
ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകളുണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചുള്ള പ്രത്യേകത 11ാമത്തെ തവണയാണ്, ഒരു പതിറ്റാണ്ടായി അദ്ദേഹം ആണ് ഈ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളുടെ നായകത്വം വഹിക്കുന്നത് ചെങ്കോട്ടയിൽ എന്ന് പറയാൻ സാധിക്കും. അതിനുശേഷം 11ാം വർഷത്തിലാണ് അദ്ദേഹം ഈ പതാക ഉയർത്താനായി രാജ്യത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് ചെങ്കോട്ടയിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ രാജ്യത്തെ സംബന്ധിച്ച് ഈ വർഷത്തെ ആശയം വികസിത ഭാരതം 2047 എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം വികസിതമാകും 2047 എന്നതിനുള്ള ചുവടുവയ്പ്പുകൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തുടങ്ങുക എന്നുള്ളതാണ് ഈ സന്ദേശത്തിന്റെ പ്രാധാന്യം. നമ്മളെപ്പോലെ നാനാത്വത്തിൽ ഏകത്വമുള്ള, ഇത്രയധികം വൈവിധ്യമുള്ള ഒരു രാജ്യം ജനാധിപത്യത്തിലൂന്നി ഇത്ര പുരോഗതി പ്രാപിക്കാനായി ഈ സമയത്തിനുള്ളിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ 47ഓടുകൂടി നമ്മൾ വികസിത രാജ്യമാകും എന്ന പ്രഖ്യാപനമാകും നടത്തുക. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് അദ്ദേഹം ഇന്ന് ഈ ചെങ്കോട്ടയിലേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ചെങ്കോട്ടയിലേക്ക് എത്തും. ഇവിടെയുള്ള പരേഡടക്കം ഉള്ള ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും അദ്ദേഹം. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്.